നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വരുന്ന 3 പൗർണമി വരെ പല്ലവിയും വിപിനും ഒന്ന് ചേരാൻ പാടില്ലെന്ന് മുത്തശ്ശൻ കൽപ്പിച്ചിരിക്കുന്നെ. പക്ഷെ ഇതൊക്കെ ആരും അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? ഓഹോ, ഇതുകൊണ്ടാണല്ലേ ഞങ്ങളെ തടഞ്ഞത്. അതുകൊണ്ടാവും ശാന്തി മുഹൂർത്ത നാൾ രാത്രി പാമ്പ് വീട്ടിൽ വന്നതും. ഇല്ല, എന്റെ കുഞ്ഞിന് നാഗദോഷം ഉണ്ടാവാൻ പാടില്ല. പല്ലവി ഒരിക്കലും ഈ അടുത്ത് ഗർഭിണിയാകരുത്. പല്ലവി, എന്താ? എന്ത് വേണം? പല്ലവി, നീ ഇന്ന് നിന്റെ അമ്മയോട് കാണിച്ചത് വളരെ മോശമായി പോയി. ഇത് പറയാനാണോ വന്നത്? അതെ, എനിക്കിത് തന്നെയാ നിന്നോട് പറയാനുള്ളത്. നിന്നെ 10 മാസം ചുമന്ന് പ്രസവിച്ച നിന്റെ പെറ്റമ്മയോടല്ലേ നീ ഈ അഹങ്കാര വർത്താനം പറഞ്ഞത്? അങ്ങനെ പറയാൻ പാടുണ്ടോ? ജീവിതത്തിൽ ഏറ്റവും ബഹുമാനിക്കേണ്ട ആളല്ലേ നിന്നെ പ്രസവിച്ച നിന്റെ അമ്മ. നീ ഇങ്ങനെ മുഖത്തടിച്ചതുപോലെ പറഞ്ഞത് അമ്മയ്ക്ക് എന്തുമാത്രം വിഷമമുണ്ടാക്കിയിരിക്കും. ഓ, ഞാനതൊന്നും ഗൗനിക്കുന്നില്ല. നീ ഗൗനിക്കണം. അമ്മയെ മറന്ന് നീ പെരുമാറരുത് പല്ലവി, അത് പാപോ. അമ്മ നിന്നോടുള്ള സ്നേഹം കാരണം നിന്നെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ഒന്നും പറയില്ലായിരിക്കാം. പക്ഷെ അമ്മയുടെ മനസ്സ് വിഷമിപ്പിച്ച അതിന്റെ ശാപം ഈ ജന്മത്തിൽ മാത്രമല്ല, ജന്മാന്തരങ്ങളോളം നിന്നെ പിന്തുടരും. അത് നീ മറക്കരുത്. പിന്നെ ശാപവും പാപവും ഈ 21ാം നൂറ്റാണ്ടിലല്ലേ അതൊക്കെ കിട്ടാൻ പോകുന്നേ. അമ്മയായാലും ആരായാലും നിൽക്കേണ്ടടുത്ത് നിൽക്കണം. ഇല്ലെങ്കിൽ ഞാൻ എന്റെ വായി തോന്നുന്നത് പറയും. അതത്ര നല്ല സ്വഭാവമൊന്നും അല്ല. എന്റെ സ്വഭാവത്തെ ആരും മാറ്റിയെടുക്കാൻ നോക്കണ്ട. ഇതിനുള്ള മറുപടിയെ ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം നീ ഓർത്തോ, നാളെ നീ ഒരു അമ്മ ആവേണ്ടവളാ. അപ്പോഴാ നീ നിന്റെ അമ്മയുടെ വില അറിയാൻ പോകുന്ന. ഗർഭിണിയായാൽ പെൺകുട്ടികൾക്ക് കൂടെ നിന്ന് ശുശ്രൂഷിക്കാൻ അമ്മമാര് വേണ്ടിവരും. അത് നീ ചിന്തിക്കുന്നില്ല അല്ലേ? എന്നാ നീ അത് ചിന്തിക്കണം പല്ലവി. നീ ഇപ്പൊ നിന്റെ അമ്മയെ വിഷമിപ്പിച്ച നാളെ നിന്റെ അമ്മ എങ്ങനെയാ നിന്നെ ശുശ്രൂഷിക്കാൻ വരുന്നത്? നിന്നെ പേടിച്ച അമ്മ വരില്ല. അന്ന് നീ തനിച്ച് പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും. ഗാർഗി, നിനക്ക് ഇപ്പോഴത്തെ പല്ലവിയെ അറിയത്തില്ല. അതുകൊണ്ടാ നീ ഇമ്മാതിരി വർത്താനങ്ങൾ പറയുന്നേ. അതെ, ഇന്നത്തെ കാലത്ത് പണം കൊടുത്താൽ കിട്ടാത്തതായി ഒന്നുമില്ല. അമ്മയെ കിട്ടൂ, അമ്മയെ കിട്ടൂന്ന്. അമ്മ എന്തിനു വേണം? പണം ചുള പോലെ എണ്ണിക്കൊടുത്താലേ അമ്മയെ പോലെ 100 പേരെ കിട്ടും. എനിക്കത് മതി. എന്തിനാ പിന്നെ അമ്മ? പല്ലവി, ദൈവത്തിന് നിരക്കാത്ത വർത്തമാനാ നീ ഇപ്പൊ ഈ പറയുന്നേ. പണം കൊടുത്ത 1000 പേരെ നിന്റെ വരുതിയിലാക്കാൻ നിനക്ക് സാധിക്കുമായിരിക്കും. പക്ഷെ അവരാരും നിന്റെ അമ്മയ്ക്ക് പകരം ആവില്ല. കണ്ടില്ലേ, പാർവതി ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോ പലഹാരങ്ങളുമായി ആ അമ്മ ഓടി വന്നത്. അതുപോലെ പണം കൊടുക്കുന്നവര് വരൂ. അവർക്ക് അമ്മയുടെ ആ ഒരു സ്നേഹം ഉണ്ടാവോ? ആ കരുതലുണ്ടാവോ? ഒന്നും ഉണ്ടാവില്ല. നിന്റെ ഉപദേശം നീ നിർത്തുന്നുണ്ടോ? കേട്ട് കേട്ട് തല പൊളിയോ? ഞാൻ നിർത്തി. പക്ഷെ നീ ഒന്ന് ഓർത്തോ, പെറ്റമ്മയെ വേദനിപ്പിച്ചവരാരും ജീവിതത്തിൽ നന്നായിട്ടില്ല. അമ്മയെ അവഗണിക്കുന്ന നിനക്കും അങ്ങനെ ഒരു അനുഭവം വരാതെ നീ സൂക്ഷിച്ചു. മോളെ, നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം ഈ ഇരിക്കുന്ന വിശാൽ. ഇത്രയധികം ഭാര്യയെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു ഭർത്താവിനെ കിട്ടാൻ പുണ്യം ചെയ്യണം മോളെ. അമ്മ എന്തായി പറയുന്നത്? ഞാൻ പറയട്ടെ മോനെ,
ഞാൻ വെറുതെ മോനെ പുകഴ്ത്തുന്നതല്ല. നെഞ്ചു തട്ടിയ യാഥാർത്ഥ്യ പറയുന്നേ. മോനെ പോലെ കോടീശ്വരനായി ജനിച്ചു വളർന്ന ഒരാള്, ഒന്നുമല്ലാത്ത അഷ്ടിക്ക് വക പോലും തികച്ചില്ലാത്തൊരു കുടുംബത്തിലെ പെണ്ണിനെ ഭാര്യയാക്കിയത് തന്നെ വലിയ കാരുണ്യ. അതിന് ഞങ്ങളുടെ കുടുംബം ഒന്നാകെ മോനോട് എന്നും കടപ്പെട്ടിരിക്ക. അയ്യോ, അങ്ങനെയൊന്നും പറയില്ലേ അമ്മേ. പാർവതിക്ക് എന്ത് കുറവുണ്ടെന്നാ അമ്മ പറയുന്നത്? ഒരു കുറവുമില്ല. ദേവിയുടെ അനുഗ്രഹം സിദ്ധിച്ച പാർവതിയോളം പോകുന്ന ആളാണോ ഈ ഞാൻ? ഒരിക്കലുമല്ല. എന്നെ ഭർത്താവായി കിട്ടിയത് പാർവതിയുടെ ഭാഗ്യമാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷേ പാർവതിയെ കിട്ടിയത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാനാവും. അത് അനുഭവങ്ങൾ കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത്. പ്രവൃത്തികൾ കൊണ്ട് പാർവതി അത് തെളിയിച്ചത്. അമ്മ, ഈ സാർ എപ്പോഴും ഇങ്ങനെ തന്നെയാ. പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് സാറിനെ കിട്ടിയത് എന്റെ ഭാഗ്യമാണെന്ന്. പക്ഷേ അപ്പോഴൊന്നും സാറത് സമ്മതിച്ചു തന്നിട്ടില്ല. അതാണ് മോളെ വിശാലിന്റെ മഹത്വം. ഇപ്പൊ തന്നെ നോക്ക്, നീ സ്വത്തുക്കളൊക്കെ വേണ്ടാന്ന് വെച്ച് അവിടുന്ന് ഇറങ്ങി വന്നപ്പോ വിശാലും കൂടെ ഇറങ്ങി വന്നില്ലേ? ഇവിടുത്തെ ഈ പരിമിതമായ സൗകര്യങ്ങളിൽ നിന്നോടൊപ്പം ജീവിക്കുന്നില്ലേ? നിനക്ക് വേണ്ടി യാതനകൾ സഹിക്കുന്നില്ലേ? ഇതൊക്കെ വിശാലിന്റെ മഹത്വം അല്ലാതെ മറ്റെന്താ? വിശാൽ ഇതൊന്നും മഹത്വമായി സമ്മതിച്ചു തരാത്തത് വിശാലിന്റെ എളിമയാ. അമ്മയ്ക്കറിയോ, പാർവതി ഉദരത്തിൽ പേറുന്നത് എന്റെ അമ്മയുടെ ആത്മാവിനെയാണെന്ന ഞങ്ങളുടെ വിശ്വാസം. മരിച്ചുപോയ എന്റെ അമ്മ പാർവതിയിലൂടെ പുനർജനിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു. അതുകൊണ്ട് ഞാൻ ഈ കഷ്ടപ്പെടുന്നത് പാർവതിക്ക് വേണ്ടി മാത്രമല്ല, എന്റെ അമ്മയ്ക്കും കൂടി വേണ്ടിയാണ്. ഞാനിപ്പോ അമ്മയ്ക്ക് ആഹാരം വിളമ്പി തരുന്നതും അമ്മയെ കെയർ ചെയ്യുന്നതും പാർവതിയുടെ അമ്മയായിട്ട് മാത്രം കണ്ടിട്ടല്ല. അംബിക അമ്മയെ ഞാൻ എന്റെ അമ്മയുടെ സ്ഥാനത്ത് തന്നെയാ കാണുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.